എല്ലാവർക്കും എൻ്റെ നമസ്തേ. അപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങളെ വെറുപ്പിക്കാനായിട്ട് വരികയാണെന്ന് കരുതരുത്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും മുൻകൂറായിട്ട് തന്നെ ഒരു ജാമ്യം എടുക്കുകയാണ്. കാരണം വീണ്ടും സംസാരത്തിനായിട്ട് വന്നിട്ടുള്ളത് ടാറ്റ വിഷയമാണ്. അപ്പോൾ അക്കാര്യത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ വിഷയം കണ്ടും കേട്ടും അറിഞ്ഞും വെറുപ്പായിട്ട് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്, അറിയാലോ. പക്ഷേ ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞാൽ തന്നെ മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ പറയാൻ മനസ്സ് കാണിക്കുന്നവര്, പ്രതികരിക്കാൻ മനസ്സ് കാണിക്കുന്നവർ അത് പ്രതികരിച്ചില്ലെങ്കിൽ പ്രതികരിക്കാനായിട്ട് ഇപ്പൊ പലതരത്തിലും പറ്റാത്ത ആൾക്കാരുണ്ട്. അവർ വേണമെന്ന് വെച്ചാലും നടക്കാത്ത കുറെ മനുഷ്യരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തിൽ ഈ പ്രതികരിക്കാൻ ഉള്ള വിഷയങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ അത് വലിയൊരു ദോഷം ചെയ്യും. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ടാറ്റ വിഷയത്തിൽ സംസാരിക്കാൻ വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വെറുപ്പാണെന്നറിയാം, എന്നാലും എന്നോട് ക്ഷമിക്കണം. എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ടാറ്റ ഗുരുവായൂര് അഷ്ടമരോഹിണിയുടെ അന്ന്, ഞാനിത് പറയാൻ പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. ഈ താത്തയെ കുറിച്ച് പറയുമ്പോൾ അതൊരു പാവം പിടിച്ച പെണ്ണാണ്, അവരെവിടെയോ കിടന്ന് ജീവിക്കട്ടെ, അവരെവിടെയോ കിടന്ന് പടം വരച്ച് ജീവിക്കട്ടെ എന്നൊക്കെ നിങ്ങൾ പറയാറുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ ഉഡായിപ്പിന്റെ ഉസ്താദായിട്ട് അങ്ങേ അറ്റം വരെ കൊണ്ടുവന്നു കഴിഞ്ഞാല് നമ്മളെല്ലാവരും, അതായത് ഹിന്ദു സമൂഹം മൊത്തം വിഡ്ഢികളാണ്, പമ്പര വിഡ്ഢികളാണ്, ഹിന്ദു സമൂഹത്തിന് എപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കാന്ന് ഒരാൾ വിചാരിച്ച് തുനിഞ്ഞിറങ്ങിയാൽ അത് അനുവദിച്ചു കൊടുക്കാൻ നമ്മളെ പോലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ പറയാൻ പോകുന്നത്. കാരണം കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ മുഴുവനും കാണിച്ചു കൂട്ടിയിട്ടുള്ള അവരുടെ ഓരോ വീഡിയോസും ഞാനിപ്പോ ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ടാണ് മെനക്കെട്ട് ഞാൻ ഈ വക വീഡിയോസ് ഒക്കെ കാണാനും അത് അന്വേഷിക്കാനും അതിനെക്കുറിച്ച് അറിയാനും ഞാൻ തയ്യാറായത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഉഡായിപ്പ് എന്ന് പറഞ്ഞാല് 8ന്റെ പണിയല്ല 16ന്റെ പണിയാണ് ഹിന്ദു സമൂഹത്തിന് മൊത്തം ഈ പെണ്ണുപിള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവര് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആരെങ്കിലും വിമർശിച്ച് അവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് അയ്യോ പത്തോന്നും പറഞ്ഞിട്ട് കരഞ്ഞു വിളിച്ച് എന്നെ ഹിന്ദു സമൂഹം എന്നെ ഹിന്ദു സമൂഹം ഒറ്റപ്പെടുത്തിയിട്ട് എനിക്ക് ജീവിക്കാൻ മേലാതാക്കി, ഞാൻ എന്ത് ദ്രോഹം ചെയ്തു എന്ന് പറയുന്ന കള്ളക്കണ്ണീരൊഴുക്കിയിട്ട്, ആ മുതലക്കണ്ണീരൊഴുക്കിയിട്ട് വീണ്ടും അവർ ഹിന്ദു സമൂഹത്തിനെ കയ്യിലെടുക്കുകയാണ്. ഇനി അഥവാ ഹിന്ദു സമൂഹം കൈവിട്ട് കഴിഞ്ഞാൽ നേരെ അപ്പുറത്ത് പോയിട്ട് മുസ്ലിം സമൂഹത്തിനെ കൂട്ടുപിടിക്കും. അപ്പൊ മുസ്ലിം സമൂഹത്തിലുള്ള ആൾക്കാർ അയ്യോ എന്നെ ഹിന്ദുക്കൾ എല്ലാവരും ചേർന്നിട്ട് ആക്രമിക്കാൻ വരുന്നേ, എന്നതേ കൊല്ലാൻ വരുന്നേ എന്ന് പറയുമ്പോൾ അവരുടെ സെന്റിമെന്റ്സ് കിട്ടും. അപ്പൊ രണ്ട് തരത്തിലും രണ്ട് വഞ്ചിയിലും കാലിട്ടിട്ട് രണ്ട് കൂട്ടരുടെയും രണ്ട് സമുദായത്തിനെയും ഒരുപോലെ പറ്റിച്ചിട്ട്, മുസ്ലിം സമൂഹത്തിനെയും ഹിന്ദു സമൂഹത്തിനെയും ഒരുപോലെ പറ്റിച്ചിട്ട് ഒരാൾക്ക് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് കുറെ കാലം കഴിയുമ്പോൾ പൊളിയും. ആ പൊളിഞ്ഞ കാര്യങ്ങളാണ്, എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് തുറന്നു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒന്നാമത്തെ കാര്യം, ഇവര് അഷ്ടമരോഹിണിയുടെ അവിടെ അന്ന് ഗുരുവായൂർ അമ്പലത്തില് പൂഴി മണൽ വാരിയിട്ടാൽ താഴെ വീഴാത്ത അത്ര തിരക്കാണ്. ആ തിരക്കിനിടയിലും അവരുടെ വീഡിയോയ്ക്കടിയില് കമന്റ് ഇട്ട വ്യക്തിയെ കണ്ടുപിടിച്ചിട്ട് അവരുടെ നേരെ ആക്രോശിക്കുന്നതും പിന്നെ സംസാരിക്കുന്നതും, അവളുടെ കൂടെയുള്ള പിന്നെ ഒരു കൊഞ്ഞാളനുണ്ട്, ഒരു വേട്ടാവളിയൻ, ആ വേട്ടാവളിയൻ അടക്കം ഈ പറയുന്ന ഇവൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് പറഞ്ഞിട്ട് അവിടെ വഴക്കുണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടു. ആ വീഡിയോ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വെറുതെ കണ്ടാ പോരാ, ആ വീഡിയോയിൽ സംസാരിക്കുന്ന അവരുടെ ലാംഗ്വേജ് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ പറയാം, പ്ലീസ്. സോഷ്യൽ മീഡിയ എല്ലാം കൂടി എനിക്കൊരു ഭർത്താവിനെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, എന്റെ കസിൻ ബ്രദർ. അപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവൻ എന്റെ കസിൻ ബ്രദർ ആണ്, അവന് ഹിന്ദു ആണ്. എന്തുകൊണ്ടാണ് കസിൻ ബ്രദർ ഹിന്ദു ആയതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ അച്ഛൻ മുസ്ലിമുമാണ്, അമ്മ ഹിന്ദു ആണ്. അപ്പൊ അവൻ അവന്റെ അമ്മയുടെ മതം ഇഷ്ടമായതുകൊണ്ട് അവൻ സ്വീകരിച്ചതാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ യൂട്യൂബ് ചാനലിന്റെ അകത്ത് ഞാൻ ഇതേ കാര്യം പറഞ്ഞൊരു വീഡിയോ ചെയ്തു. അതിന്റെ താഴെ ഒരു ലേഡി, എടുത്ത് വെച്ച് പറയണ ഒരു ലേഡി കമന്റ് ഇട്ടതാണ്. വ്യക്തമായിട്ടുള്ള കമന്റ് ഒന്നും ഞാൻ പറയുന്നില്ല, അതിനുള്ള കണ്ടന്റ് മാത്രം ഞാൻ പറഞ്ഞു തരാം. ഭർത്താവ് ഗൾഫിലായതുകൊണ്ട് എനിക്കുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിറവേറ്റി തരുന്നത് എന്റെ അനിയനാണെന്നുള്ള രീതിയിലാണ് ആ ലേഡി ഇട്ടത്. അത് കുറച്ച് ഭദ്രമായിട്ടുള്ളതാണ്, മനസ്സിലാവും. നിക്കട്ടെ, ആദ്യത്തെ പോയിന്റ്, ഭർത്താവ് ഗൾഫിലുള്ളത് കൊണ്ടാണ് കൂടെ അസുഖം മാറ്റാനായിട്ട് കൂടെ കൊണ്ട് നടക്കുന്നു എന്നാണ് അവര് പറഞ്ഞു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സ്ത്രീയുടെ മെക്കെട്ട് ഇവർ കയറിയത്.
ഇവർ ആ സ്ത്രീയുടെ മെക്കെട്ട് കയറിയിട്ട് ആ സ്ത്രീയിൽ നിന്നിട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും കാണുന്നില്ല. ഇവളും ഇവളുടെ കൂടെയുള്ളവനും ബാക്കി ഇവളുടെ കൂടെയുള്ളവന്റെ ഒരു തള്ളയുണ്ട്, അവളും കൂടിയിട്ട്, അതായത് ഇവർക്ക് ഇവരുടെ ഭാഷയ്ക്ക് സംസ്കാരം ഇല്ലെങ്കിൽ എന്റെ ഭാഷയ്ക്കും എനിക്ക് സംസ്കാരം കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ സംസ്കാരം തന്നെ ഞാൻ അവർക്കും കൊടുക്കുന്നുള്ളൂ. അപ്പോ ഇവരും ഇവരുടെ കൂടെയുള്ള സ്ത്രീയും ഈ പറയുന്ന കൊച്ചാളനും കൂടിയിട്ട് ആ സ്ത്രീയുടെ മെക്കെട്ട് കയറുമ്പോ കൈ ചൂണ്ടിയിട്ടാണ് ആക്രോശിക്കുന്നത്. നിനക്ക് പെങ്ങളില്ലേ, നിനക്ക് ഇവളടക്കം ഈ താത്തയടക്കം നിങ്ങൾക്ക് പെങ്ങളില്ലേ, നിനക്ക് വീട്ടിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഇവളുടെ ഈ കൂടെ നടക്കുന്ന കിങ്കരനുണ്ടല്ലോ, ആ കിങ്കരൻ ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ കുറച്ച് പ്രായമായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയോട് എന്താ ചോദിക്കുന്നതെന്നറിയോ? നിന്റെ വീട്ടില് നിന്റെ വീട്ടിൽ അവള് നോട്ട് എ പോയിന്റ്, നിന്റെ വീട്ടിൽ നിന്റെ ആങ്ങളമാര് നിനക്ക് ഇങ്ങനെയാണോ ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നേ? അതായത് നമ്മുടെ ഭഗവാന്റെ ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ വന്ന് നിന്നുകൊണ്ട് ഒരു സ്ത്രീ അവിടെ തൊഴാൻ വന്ന ഒരു ഭക്ത, നിങ്ങൾ ഈ കാര്യങ്ങളെ അത്ര ചെറുതായിട്ട് കാണരുത്. അവിടെ തൊഴാൻ വന്നിട്ടുള്ള ഒരു ഭക്ത, നമുക്കറിയാം ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനായിട്ട് വന്നു കഴിഞ്ഞാൽ എത്ര സമയം നിന്നാലാണ് ഒരു പ്രാവശ്യം ഒരു ദർശനം കിട്ടുക. ഒരു സെക്കൻഡ് നേരത്തെ ദർശനത്തിന് വേണ്ടിയിട്ട് നമ്മൾ 6, 7, 8 മണിക്കൂർ വരിയിൽ നിന്ന് വ്രതമെടുത്ത് വരിയിൽ നിന്നിട്ടാണ് നമ്മൾ തൊഴാൻ വരുന്നത്. അങ്ങനെ വന്നിട്ടുള്ള ഒരു സ്ത്രീയെ ഇവളും ഇവളുടെ ഈ കുട്ടി കിങ്കരനും ആ കിങ്കരന്റെ തള്ളയും കൂടി ചേർന്നിട്ട് തേജോവധം ചെയ്യാണ്. എന്നിട്ട് ഇവൻ ആ സ്ത്രീയോട് ഉപയോഗിക്കുന്ന വാക്കാണ്, നിനക്കും നിന്റെ കുടുംബത്തെ ആങ്ങളമാര് നിനക്ക് ഈ പണിയാണ് ചെയ്തു തരുന്നതെങ്കിൽ ഞങ്ങൾ അങ്ങനെയല്ല എന്നാണ് അവൻ പറയുന്നത്. ഇത്രയ്ക്കും നീചമായ രീതിയിൽ കാര്യങ്ങൾ പറയാനായിട്ട് ഇവർക്ക്. അത് കഴിഞ്ഞിട്ട് ഇവന്റെ ആക്രോശം കൂടെ നിങ്ങൾ കേൾക്കണം. കേട്ടോ, നിങ്ങൾ പച്ചയ്ക്ക് കേട്ടോ. നിന്റെ ആങ്ങളമാര് നിന്റെ വീട്ടിൽ നിനക്ക് അങ്ങനെ ചെയ്തു തരുന്നുണ്ടെന്ന് കരുതിയിട്ട് എല്ലാ ആങ്ങളമാരും അങ്ങനെയല്ലെന്ന്. അത് താത്ത നേരിട്ട് പറയാണ്. താത്ത നേരിട്ട് പറഞ്ഞത് മാത്രല്ല, മറ്റേ ഒരു വഴക്കുണ്ട്. ആ വഴക്കിനകത്ത് അവൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവനൊരു ചാവാലി തള്ളയുണ്ട്, അവന്റെ തള്ളയാണെന്ന് പറയുന്ന ഒരു ചാവാലി. ആ ചാവാലി തള്ളയും എന്താ പറയുന്നറിയോ? നീ പുറത്തേക്ക് ഇറങ്ങടി, നീ റോട്ടിലേക്ക് വാടി, നിനക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ടടി. അതായത് ഇവരുടെ കൂടെ നടക്കുന്ന കിങ്കരനും എല്ലാവരും കൂടിയിട്ട് ആ സ്ത്രീയെ എടി വാടി പോടി ഇറങ്ങടി പിന്നെ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ബഹുമാനവും അർഹിക്കാത്ത, ഇത്രയും വലിയൊരു യൂട്യൂബർ ആണല്ലോ ഇവള്. ഈ യൂട്യൂബർ ആയിരുന്ന ഈ സാധനം പറയുന്ന വാക്കുകള് ആ സ്ത്രീയെ എടി പോടി വാടി നീ പുറത്തേക്ക് ഇറങ്ങടി ചെയ്യടി എന്നാണ്. ശരി, ഇവള് തന്നെ പറയുന്നുണ്ട് ഇവൾക്ക് ഒരു ആങ്ങളയുണ്ടെന്നുള്ളത്. ആങ്ങളയാണ്, നിന്റെ കൂടെ നടക്കുന്നത് ആങ്ങളയാണ്, ഞാൻ സമ്മതിക്കുന്നു, ഞാൻ സമ്മതിച്ചു തരുന്ന വിഷയമാണ്. ശരി, ഈ ആങ്ങളെയും പെങ്ങളും കൂടിയിട്ട് അവിടെ സംസാരിക്കുമ്പോ ആങ്ങളെയും പെങ്ങളും കൂടിയിട്ട് എപ്പോഴെങ്കിലും കല്യാണം കഴിച്ച് കണ്ടിട്ടുണ്ടോ നിങ്ങള്? എപ്പോഴെങ്കിലും നിങ്ങൾ നമ്മുടെ കുടുംബത്തെ ആങ്ങള പെങ്ങന്മാര് തമ്മിൽ കല്യാണം കഴിച്ച് കണ്ടിട്ടുണ്ടോ? അപ്പോ ഈ സ്ത്രീ അവിടെ വഴക്ക് കൂടുമ്പോഴ് ഈ സ്ത്രീ പറയുന്ന ഇവന്റെ ആ കൂടെ നടക്കുന്ന ആ ചെറുക്കന്റെ അമ്മ എന്ന് പറയുന്ന ആ ചാവാലി തള്ള പറയുന്ന വെല്ലുവിളിക്കുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആ സ്ത്രീ എന്താ പറയുന്നത് അറിയാം? വേണ്ടി വന്നെങ്കിൽ എന്റെ മോനെ കെട്ടിച്ചു കൊടുക്കടി, വേണ്ടി വന്നാൽ എന്റെ മോനെ കെട്ടിച്ചു കൊടുക്കടി, അവൾക്ക് എന്റെ മോനെ ഞാൻ കെട്ടിച്ചു കൊടുക്കടി എന്ന് 3-4 ആവർത്തി അവരവിടെ വെച്ച് പറയുന്നുണ്ട്. എങ്ങനെയാണ് പിന്നെ കൂട്ടരെ ഈ ആങ്ങള പെങ്ങളെ കല്യാണം കഴിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് അപ്പൊ കാണുമ്പോ ആങ്ങള, പിന്നെ കാണുമ്പോ വേണമെങ്കിൽ ഭർത്താവ്. ഇതെന്തോന്നാണിത്? ഈ ഉടായിപ്പ് കേട്ടപ്പോഴേ ഇത് പൊളിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരേ സമയം ആങ്ങളെയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളെ അവന്റെ അമ്മ പറയുന്ന വേണ്ടി വന്നാൽ അവന് കെട്ടിച്ചു കൊടുക്കുന്നു. എന്റെ മോന് അതെന്റെ മോനാണ്, എന്റെ മോൻ അങ്ങനെ തെണ്ടിയും ചണ്ടിയും ഒന്നും അല്ല, എന്റെ മോൻ നല്ല മോനാണ്, എന്റെ മോന് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഞാൻ അവളെ കെട്ടിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് നേരം വെളുക്കുമ്പോ പെട്ടെന്നൊരു ദിവസം നിങ്ങൾ ആങ്ങളെ ഭർത്താവാക്കാൻ പറ്റുന്നത്? ആ ഏർപ്പാട് എന്താ? കണ്ണൂരുകാരൊക്കെ അങ്ങനെയാണോ? അതോ കണ്ണൂർ താമസിക്കുന്ന എന്റെ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. കണ്ണൂരുകാര് പകൽ ആങ്ങളെയും രാത്രി ഭർത്താവുമാണോ? കണ്ണൂരുകാരനോട് ക്ഷമിക്കണം, അത് അവിടുത്തെ സംസ്കാരം ഇങ്ങനെയാണോ? അല്ലെങ്കിൽ കണ്ണൂരുകാര് മൊത്തത്തിൽ ഒന്ന് പറയണം, അതോ ഇവരുടെ മാത്രം സംസ്കാരമാണോ ഇത്? ഒരു ഗുരുവായൂർ അമ്പലത്തില് നിങ്ങൾ പടം വരച്ച് വിൽക്കുവോ, കണ്ണനെ വിൽക്കുവോ, പിന്നെ എങ്ങനെയൊക്കെ ബിസിനസ് നടത്തിയാലും നമുക്ക് യാതൊരു വിരോധവും ഇല്ല. ഈ ചെയ്തു കൂട്ടുന്ന, അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഏതോ ഒരു ശങ്കരേട്ടൻ തിരുമേനിയാണ് പോലും,
ഈ ശങ്കരേട്ടൻ തിരുമേനിക്ക് പൂജയും വ്രതവും കാര്യങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന കാരണം കുട്ടികളില്ലാണ്ട്. അപ്പൊ പൂജയും വ്രതവും കാര്യങ്ങളും കൊണ്ട് നടക്കുന്ന കാരണമാണോ ശങ്കരേട്ടന് കുട്ടികളില്ലാതിരുന്നത്? എന്ത് നോൺസെൻസ് ആണ് ഈ ലേഡി പറയുന്നത്? ഈ ലേഡി പറയുന്ന ഓരോ ദിവസം പ്രതി വരുന്ന ഈ നോൺസെൻസുകള് വെള്ളം തൊടാതെ വിഴുങ്ങാനായിട്ട് നമ്മൾ എന്താ പൊട്ടന്മാരോ? അതോ ഇവൾക്ക് ഈ സമൂഹത്തിൽ വന്നിട്ട് വായെ വന്നത് വിളിച്ചു പറയാനുള്ള എല്ലാ തരത്തിലുള്ള ലൈസൻസും എല്ലാവരും കൊടുത്തിട്ടുണ്ടോ? നിങ്ങളൊന്ന് പറ. ഒരു സമൂഹത്തിന് തന്നെയല്ലേ ഇവള് താറടിക്കുന്നത്? ശങ്കരേട്ടന് പൂജയ്ക്കും കർമ്മങ്ങൾക്കും നേരം കിട്ടാത്ത കാരനാണോ ശങ്കരേട്ടന് കുട്ടികൾ ഉണ്ടാവാതിരുന്നത്? എന്നിട്ട് ഇവളുടെ ഫോട്ടോ വാങ്ങി വെച്ചപ്പോഴാണ് ശങ്കരേട്ടന് കുട്ടി ഉണ്ടായത്. ഈ ജാതിയുള്ള നോൺസെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അംഗീകരിക്കുന്ന പറയുന്നത്? എന്നിട്ട് അതിനെ തോളിയേറ്റിക്കൊണ്ട് നടക്കാനായിട്ട് കുറെ അലവലാദികള് അല്ലേ? ഇതുകൊണ്ടാണ് ഹിന്ദു സമൂഹം എന്ന് പറയുന്നവരെ മറ്റുള്ളവർ മുതലെടുപ്പ് നടത്തിയിട്ട് ഇത്രയും കാലം കൊണ്ട് നടന്ന് തിന്നുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? ഹിന്ദു അങ്ങനെ ആയതുകൊണ്ടാണ്. വെറും പൊട്ടന്മാരെന്നല്ലാണ്ട് ഈ ഹിന്ദു സമൂഹം എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, വെറും പൊട്ടന്മാരെന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് അവരെ കുറിച്ച് പറയാനുള്ള, ഞാനടക്കം. ഇത്രത്തോളം ഇത്ര ഈസി ആയിട്ട് കയ്യിലെടുക്കാനും പറ്റിക്കാനും പറ്റുന്ന ഒരു വർഗം വേറെയില്ല ഈ ഹിന്ദു സമൂഹം. ഇത്രയ്ക്ക് നിഷ്കളങ്കരാവരുത് ആരായാലും. ഈ പറയുന്നതിൽ ഇവള് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്റെ ആങ്ങളയാണ്. നിന്റെ ആങ്ങള നിന്റെ വീട്ടില്, നിന്റെ ആങ്ങള നിനക്ക് ആ സ്ത്രീയോട് പറയണതാണ്, നിന്റെ ആങ്ങള നിന്റെ വീട്ടിൽ നിനക്ക് എല്ലാ പരിപാടിയും ചെയ്തു തരുന്നുണ്ടെങ്കിൽ എന്റെ ആങ്ങള അങ്ങനെയല്ലാന്ന്. ആ ആങ്ങളയാണെന്ന് പറയുന്ന അതേ സ്ത്രീ തന്നെയാണ് അവന്റെ അമ്മയാണ് പറയുന്നത്, വേണ്ടി വന്നാൽ എന്റെ മോന് ഞാൻ അവളെ കെട്ടിച്ചു കൊടുക്കും. ഈ ഇരട്ടത്താപ്പ് നിങ്ങൾ എവിടെയാ കണ്ടിട്ടുള്ളത്? ഈ ഇരട്ടത്താപ്പ് അവളുടെ ആങ്ങള, ആ കമന്റ് ഇട്ട സ്ത്രീയുടെ ആങ്ങള അവരോട് ഇതേപോലത്തെ തോന്നിവാസം കാണിച്ചത് കൊണ്ടാണ് അത്ര ഇവളോട് അങ്ങനെ സംസാരിക്കാൻ വന്നത്. അപ്പൊ ഇവളുടെ കൂടെയുള്ള കിങ്കരന്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇവൾക്ക് കെട്ടിച്ചു കൊടുക്കാമെന്ന് പറയാനായിട്ട് ഒരു ഉളുപ്പുമില്ല. അപ്പൊ ആങ്ങള എല്ലാണ്ടാവോ? അതാണ് എന്റെ ഇവളുടെ ഈ ഇരട്ടത്താപ്പിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. ഇനി ഈ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിനേക്കാളും ഒരുപാട് വൾഗർ ആയിട്ടുള്ള മറ്റൊരു കാര്യങ്ങൾ ഞാൻ കാണിക്കാം നിങ്ങളെ. ഇതേപോലെ ഈ അമ്പലത്തിന്റെ മുൻപില് കണ്ടോ, ഇതൊരു ക്ഷേത്രമാണ്, ഇതൊരു ശ്രീകോവിലാണ്. ഈ ശ്രീകോവിലിൽ നിന്നിട്ട് ഇവള് മൊബൈല് മറച്ചു പിടിച്ചിട്ടാണ് വരുന്നത്. കണ്ടോ, ഇവള് ഈ ശ്രീകോവിലിന്റെ മുന്നിൽ നിന്നാണ് ഞാൻ തെളിവ് സഹിതം നിങ്ങളോട് പിന്നെയും പറയാണ്, ഒരു ശ്രീകോവിലിന്റെ മുന്നിൽ നിന്നാണ് മൊബൈലും കൊണ്ട് ഇറങ്ങി വരുന്നത്. ആ മൊബൈലും കൊണ്ട് ഇറങ്ങി വരുമ്പോ മൊബൈൽ സൈഡിലോട്ട് മറക്കാനായിട്ട് അവള് കറക്റ്റ് ആയിട്ട് പാടുപെടുന്നുണ്ട്. അപ്പൊ അവൾ അവിടെ പോയത് തൊഴാനൊന്നുമല്ല, അവൾ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോ, അവളുടെ റീൽസ് കാണുമ്പോ, ഈ റീൽസ് എടുക്കാനായിട്ട് പോകുന്നതാണോ ശ്രീകോവിലിന്റെ മുന്നില്? ഈ ഹിന്ദു സമൂഹമേ, നിങ്ങളൊന്ന് പറ, ഒരു ശ്രീകോവിലിന്റെ മുന്നിൽ പോയി നിന്നിട്ടാണോ നിങ്ങൾ റീൽസ് എടുക്കുന്നത്? നിങ്ങൾക്ക് ആ ശ്രീകോവിലിന്റെയും അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തിന്റെയും പരിശുദ്ധി അല്ലെങ്കിൽ അതിന്റെ മൂല്യം എത്രത്തോളം ആണെന്ന് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ഒരു സ്ത്രീ പിന്നെ ഇറച്ചി മീനും തിന്നിട്ടാണോ, ചിക്കൻ കഴിച്ചിട്ടാണോ, നോൺ വെജ് തിന്നിട്ടാണോ, അതോ ഇവർക്ക് ശരീരശുദ്ധിയോട് കൂടിയിട്ടാണോ? അതായത് ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അവർക്ക് മാസമുറ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അപ്പൊ ഒരു ഹിന്ദു സമൂഹം മാസമുറ ഇപ്പോഴും മാറിയിരിക്കുന്ന ഒരു കോവിലിൽ നമ്മൾ മാസമുറ ഉള്ള സമയത്ത് സ്ത്രീകൾ പോവാറില്ല. അപ്പൊ അതിന് പോലും ഇവൾക്ക് ആ ശ്രീകോവിലിനോടും ആ അമ്പലത്തിനോടും ആ ക്ഷേത്രത്തിനോടും അതിനോടുള്ള ബഹുമാനവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഒരു ശ്രീകോവിലിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഈ ജാതി തോന്നിവാസങ്ങൾ കാണിക്കാൻ തയ്യാറാവൂ? ഒരു ശ്രീകോവിലിന്റെ മുന്നിൽ നിന്നാണ് അവൾ ഇറങ്ങി വരുന്നത്. എന്നിട്ട് ആരോ കണ്ടു എന്ന് കാണുമ്പോ അറിയാത്ത പോലെ ഇങ്ങനെ തൊടയമ്മ താളം തട്ടുക, കള്ളത്തരം. അപ്പൊ മൊബൈല് മറച്ചു പിടിച്ചിട്ട് മൊബൈലും കൊണ്ടുപോയിട്ട് പുറകിൽ നിന്ന് നോക്കുമ്പോ അവള് ദൈവത്തിനോട് സങ്കടങ്ങൾ പറയുന്ന പോലെ നോക്കുമ്പോ നമുക്ക് തോന്നുന്നത് അവള് ശ്രീകോവിലിന്റെ മുന്നിൽ പോയിട്ട് ദൈവത്തിനോട് അവളുടെ മനസ്സ് തുറന്ന് തൊഴുതിട്ട് അവള് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിയുമ്പോ കയ്യിൽ ഫോണാണ്. ഫോൺ അപ്പൊ വേഗം സൈഡിലോട്ട് പിടിക്കുന്നു. ആ ഫോൺ സൈഡിലോട്ട് പിടിച്ചിട്ട് തൊടയും ഇങ്ങനെ താളം തട്ടിക്കൊണ്ട് കള്ളത്തരം കാണിച്ചിട്ട് ഇറങ്ങിപ്പോവുക. അത് ഒരു കാര്യം, അത് നിങ്ങൾ കണ്ടതല്ലേ. ഇനി അടുത്തത്, എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി അടുത്ത വീഡിയോ നോക്ക്.
ഇത് ഇത് ഗുരുവായൂർ ശാന്തിക്കാരനാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഞാൻ ഇന്ന് വരെ ഇയാളെ കണ്ടിട്ടില്ല. ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു നായർ ഹിന്ദു തറവാട്ടിൽ ജനിച്ച ഞാനൊരു ഹിന്ദു സ്ത്രീയാണ്. ഞാൻ ഇന്ന് വരെ ഈ ഗുരുവായൂർ അമ്പലത്തിലെ മേൽശാന്തിയാണോ ആരാണോ അറിയില്ല ഈ മഹത് വ്യക്തി ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കാണാൻ ശ്രമിക്കാൻ പോയിട്ട് നമുക്ക് ആർക്കും കാണാനായിട്ട് സമയം കിട്ടാറില്ല. അവര് സമ്മതിക്കാറുമില്ല. കാരണം തൊഴാൻ തന്നെ ചെന്ന് കഴിഞ്ഞാൽ ആട്ടി വിടുന്ന ഒരവസ്ഥയാണ്. ഈ ഗുരുവായൂർ ദേവസ്വം എന്ന് പറഞ്ഞ ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ വല്ലപ്പോഴും ഒരിക്കൽ ഒന്ന് കാണാൻ, ഭഗവാനെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ അവിടുന്ന് ആട്ടി വിടുന്ന ഒരവസ്ഥയാണ്. പോ 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 എന്ന് പറഞ്ഞിട്ട് ആട്ടലാണ്. വഴിയിൽ നിൽക്കുമ്പോൾ പോലും നിങ്ങൾ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആട്ട് കിട്ടും. സെക്യൂരിറ്റിയുടെ വായിലിരിക്കുന്ന തെറി കേൾക്കേണ്ടി വരും. അങ്ങനെ ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്ന ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജീവനക്കാരും അവിടെയുള്ള ദേവസ്വം ബോർഡും. അത്രയ്ക്ക് ക്രൂവലാണ് അവരുടെ സ്വഭാവം. അങ്ങനെയുള്ള ഗുരുവായൂർ ദേവസ്വത്തിലത്തെ അല്ലെങ്കിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ അവിടുത്തെ ശാന്തിയാണ് ഈ കാണുന്ന ഈ കോലത്തില് ഇവൾ എടുത്തിട്ടിട്ട് റീൽസ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം പോലെ വീണ്ടും വീണ്ടും അതേ സമയം വീണ്ടും അടുത്ത വീഡിയോ നിങ്ങൾ കാണ്. ഇതൊക്കെ റീൽസ് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. ദ സെയിം ആളാണ്. ഇദ്ദേഹത്തിനോട് ചോദിച്ചിട്ടാണോ? ഞാൻ ചോദിക്കുന്നത് ഈ ശാന്തിയെയും അവിടുത്തെ ഇത്രയും വലിയ മേൽശാന്തിയുടെ റൂമുകളിലേക്കൊക്കെ കയറി ചെല്ലാനായിട്ട് ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഒരു മേൽശാന്തിയുടെ റൂമിലേക്ക് കയറി ചെല്ലാനും, അതായത് ഒരു ശാന്തി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ മാറ് 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 വഴിമാറ് വഴിമാറ് വഴിമാറെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹിന്ദുവായിട്ടുള്ള കുളിച്ച് വൃത്തിയായിട്ട് വ്രതശുദ്ധിയോട് കൂടിയിട്ട് അമ്പലത്തിലേക്ക് വന്നിട്ടുള്ള നമ്മളെ വരെ ആട്ടിവിടുന്ന അമ്പലമാണ് ഗുരുവായൂർ ക്ഷേത്രം. ഗുരുവായൂർ ക്ഷേത്രം എന്നല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഈ തന്ത്രിമാര് വരുന്ന വഴിയിലൊന്നും നമ്മളെ കാണാൻ പാടില്ല, നമ്മൾ നിൽക്കാനും പാടില്ല, അവരെ കൂട്ടിത്തൊടാൻ പാടില്ല. അങ്ങനെ കൂട്ടിത്തൊടാൻ പാടില്ലാത്ത അത്രയ്ക്കും എന്താ പറയാ സംഗതികളില് ഇതുപോലെ ശുദ്ധത പാലിക്കുന്ന ഒരു മേൽശാന്തി ഈ മേൽശാന്തിയുടെ സ്വകാര്യ റൂമിൽ ഇതിന് മാത്രം ഡിസ്കസ് ചെയ്യാനായിട്ട് ജസ്ന സലീമിന് എന്തോന്നാണ് അവിടെ ഇരിക്കുന്നത്. ജസ്ന സലീം എന്ന വ്യക്തിക്ക് ഗുരുവായൂർ മേൽശാന്തിയുടെ പ്രൈവറ്റ് റൂമില് എന്താണ് പരിപാടി? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെല്ലാവരും ഈ ഹിന്ദു സമൂഹം എന്ന് പറയുന്ന പമ്പര വിഡ്ഢികളോടാണ് ഞാൻ ചോദിക്കുന്നത്. എവളൊരു ബോംബ് വെച്ച് കെട്ടിയിട്ട് അവിടെ വന്നേന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത്രയും സുരക്ഷാ ഭീഷണിയുള്ള അമ്പലമാണ്. ഇത്രയും സുരക്ഷാ ഭീഷണിയുള്ള ഒരു ക്ഷേത്രത്തില് ഇവൾ എന്തിനും തയ്യാറായിട്ട് വന്നാൽ, അല്ലെങ്കിൽ ഇവളുടെ കൂടെ നടക്കുന്ന ഒരു ആങ്ങള എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സംഭവത്തിനൊക്കെ ഇതേപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ഈ വക ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഈ അമ്പലത്തിനോ അല്ലെങ്കിൽ ഈ പറയുന്ന മേൽശാന്തിയോ ഇതൊക്കെ ഈ അനുവാദം കൊടുത്തിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്റെ ചോദ്യം ഗുരുവായൂർ അമ്പലത്തിനോടാണ്. ഞാൻ വിളിച്ചിരുന്നു ഗുരുവായൂർ അമ്പലത്തിലേക്ക്, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വിളിച്ചിരുന്നു. ചെയർമാൻ ആണെന്ന് പറയുന്ന ഒരു മനുഷ്യനോട് സംസാരിച്ചു. അദ്ദേഹം സംസാരം കഴിഞ്ഞപ്പോ വഴിപാടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം, അല്ലാത്ത കാര്യങ്ങൾക്കൊന്നും അവർക്ക് മറുപടിയില്ല. ഗുരുവായൂർ ദേവസ്വത്തിന് അവിടുത്തെ വഴിപാടോ കാര്യങ്ങളോ വേണമെങ്കിൽ അത് മനുഷ്യരെ പറ്റിക്കുന്ന പരിപാടിയല്ലേ, അതിനാണെങ്കിൽ അവർക്ക് മറുപടി ഉണ്ട്, അത് കാശ് കിട്ടുന്ന ഏർപ്പാടാ. അല്ലാത്ത കംപ്ലൈന്റുകൾക്കൊന്നും അവർക്ക് ഭക്തരോട് മറുപടി പറയേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അമ്പലവും അമ്പലത്തിന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളും അമ്പലത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മാത്രമേ അവർക്ക് അറിയുള്ളൂ, പുറത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവർക്ക് യാതൊന്നും അറിയില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പൊ പുറത്ത് എന്ത് തോന്നിവാസവും കാണിക്കാം, അമ്പലത്തിന്റെ പുറത്ത് എന്ത് വേശ്യാവൃത്തിയും കാണിക്കാം, അമ്പലത്തിന്റെ പുറത്ത് എന്ത് തോന്നിവാസങ്ങളും കാണിച്ച് എന്ത് തരത്തിലുള്ള കച്ചവടങ്ങൾ നടത്താന്നാണോ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റികളുടെ വിചാരം? അപ്പൊ അക്കാര്യം വന്നപ്പോ അയാൾ ഫോൺ കട്ടാക്കി പോയി. എന്റെ കയ്യിൽ റെക്കോർഡ് കിടപ്പുണ്ട് സംസാരിച്ചത്. ഞാനൊരു ഭക്ത എന്നുള്ള രീതിയിൽ അവിടെ സംസാരിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് അറിയില്ല, പുറത്തെന്താ നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. അമ്പലവും അല്ലെങ്കിൽ ക്ഷേത്രത്തിന് ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളും ഒരു അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന നിയമം നിലവിൽ നിൽക്കെ ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾ, അതായത് മേൽശാന്തിയുടെ റൂമില് എന്താണ് ഇവൾക്ക് ഇത്ര വല്ലാണ്ട് ഡിസ്കസ് ചെയ്യാനായിട്ട്? അപ്പൊ ഞാൻ അവിടെയും എത്തി എന്ന് കാണിക്കാനാണോ? അതോ എനിക്കിതൊക്കെ വെറും പുല്ലാണ്, മേൽശാന്തിയും എന്റെ കക്ഷത്തിന്റെ ഉള്ളിലാണ് എന്ന് കാണിക്കാനാണോ ഇതൊക്കെ റീൽസ് എടുത്തിടുന്നേ? ഇത് അദ്ദേഹത്തിന്റെയും കൂടിയിട്ട് അനുവാദത്തോട് കൂടിയിട്ടാണോ? ഈ ഗുരുവായൂർ മേൽശാന്തി തന്നെ, ഇനി ഇദ്ദേഹം തന്നെയാണോ ഇപ്പൊ അവിടെ സ്റ്റിൽ എന്ന് എനിക്കറിയില്ല, ഗുരുവായൂർ മേൽശാന്തി തന്നെ ഈ ഹിന്ദു ഭക്തജനങ്ങളോട് മറുപടി പറയേണ്ടതാണ്. എന്ത് തോന്നിവാസമാണ് ഈ നടക്കുന്നത്? എന്ത് നാടകമാണ് ഈ കാണിച്ചു കൂട്ടുന്നത്? എന്റെ ചോദ്യമാണ്. ഞാൻ ഈ ചോദിക്കുന്നത് എനിക്ക് ഫോൺ ചെയ്ത് ചോദിച്ചിട്ട് കിട്ടാത്ത ഉത്തരങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ നേരിട്ട് അവിടെ പോയി ചോദിച്ചേനെ. ഇതൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, കാണുന്നില്ലേ നിങ്ങൾ? അപ്പൊ പുറത്തു വെച്ചിട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങളോ ചുമതലാബോധമോ യാതൊന്നുമില്ല. അവിടെ നടക്കുന്ന വഴക്കുകള്,
അവിടെ നടക്കുന്ന തോന്നിവാസങ്ങള്, ഇവര് പറയുന്ന ഭാഷകള്, എവിടെയോ വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ത്രീയുടെ വീട്ടിൽ പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ടോ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അമ്പലത്തിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ കണ്ടു, അവിടെ വെച്ചിട്ട് അവരുടെ മെക്കെട്ട് കയറുന്ന ഇത് ഇവിടുത്തെ ഇതിന്റെ വെള്ളരിക്കപ്പെടണോ? എന്നിട്ട് പറയുന്ന ഭാഷകളോ, നീയ് എടി വാടി പോടി, നിന്റെ ആങ്ങള നിനക്ക് വീട്ടിൽ ചെയ്തു തന്നു എന്ന് വിചാരിച്ചിട്ട് എന്റെ ആങ്ങള അങ്ങനെയല്ല. എന്നിട്ട് പിന്നൊരു റീൽസില് ഈ പറയുന്നവളുടെ പിന്നൊരു റീൽസില് ഈ ആങ്ങളെയായിട്ട് പകല് കൊണ്ട് നടക്കുന്ന ഈ മുതലുണ്ടല്ലോ, ആ മുതലിനെ വെച്ചിട്ട് ഡ്രൈവ് ചെയ്യാണ് ഇവള് ഡ്രൈവ് ചെയ്യുമ്പോ ഇവളെ വേറൊരു റീൽസിൽ എന്താണെന്നറിയോ, നീ എന്റെ ആങ്ങളെയാണെന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നവന്റെ കൂടെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുമ്പോ ഒരാള് ഡ്രൈവ് ചെയ്യുന്നു, മറ്റാള് ഗിയർ മാറ്റുന്നു, ഗിയർ ഇടാനായിട്ട് ഒരാള്, ഡ്രൈവ് ചെയ്യാനായിട്ട് മറ്റൊരാള്. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോ അതിനിടയ്ക്ക് ഞാൻ വനമാലയായി നിന്റെ മാറിൽ പടരും, അതാണ് പാട്ട്. ഈ ആങ്ങളെയായിട്ട് പകല് കൊണ്ട് നടക്കുന്നവന് അവള് റീൽസ് ഇടുമ്പോ ഇട്ടിരിക്കുന്ന പാട്ട്, ആ സിറ്റുവേഷൻസിൽ അവളുടെ റീൽസ് എടുത്ത് നോക്കിയാൽ കാണാം. ഞാൻ നുണ പറയണതല്ല, ഞാനൊരു വനമാലയായിട്ട് നിന്റെ മേല് പടരുന്നു. കേക്ക് നിങ്ങള്. ഈ സാധനത്തിനെ സാധാരണ സ്ത്രീ ആയിട്ട് കാണാൻ പറ്റുമോ? ഈ സാധനത്തിന്, ഈ പൂതനയെ, ഈ താടകയെ സാധാരണ സ്ത്രീ ആയിട്ട് കാണാൻ പറ്റുമോ? ഇത് എന്ത് പറ്റിക്കലാണ്? ഒരു മുസ്ലിം സമൂഹത്തിനെ മാത്രമാണോ ഇവള് ഹിന്ദു സമൂഹത്തിനെ ഒരുപോലെ പറ്റിക്കല്ലേ? അതിനിടയ്ക്ക് വേറെ ഏതോ ഒരുത്തൻ, ഒരു മുസ്ലിം ആയിട്ടുള്ളവൻ വന്നിട്ട് പറഞ്ഞെന്ന് കേട്ടു, ഇവള് ഹിന്ദുക്കളുടെ പെട്ടിയിലെ കാശ് അവളുടെ കയ്യിൽ വാങ്ങി ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നഷ്ടം എന്ന്. അപ്പൊ പിന്നിലുള്ള അജണ്ട മനസ്സിലായോ? ഹിന്ദുക്കളുടെ, അതായത് പമ്പര വിഡ്ഢികളായ ഹിന്ദുക്കളുടെ കയ്യിലുള്ള പോക്കറ്റിലുള്ള പൈസ അവളുടെ പോക്കറ്റിലാക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ബുദ്ധി എന്നാണ് പറയുന്നത്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ലൈവിൽ വന്നിട്ടാ പറയുന്നത്, ഈ പറയുന്ന പമ്പര വിഡ്ഢികളായ ഹിന്ദുക്കളുടെ കയ്യിലെ പൈസ അവളുടെ പോക്കറ്റിൽ അവൾ വരുത്തുന്നുണ്ടെങ്കിൽ അത് അവളുടെ കഴിവ്. അപ്പൊ നമ്മൾ ആരായി? ഓരോ ദിവസവും എനിക്ക് ഓരോരോ വീഡിയോസും കാണുമ്പോൾ അതിന് മുമ്പ് പറയുന്നുണ്ട് ഇവൾക്കൊരു ഭർത്താവുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നൊരു റീൽസ് ഞാൻ കണ്ടതാണ്, എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു റീൽസിന്റെ ഹെഡ്ലൈൻ കൊടുത്തിട്ട് അതായത് എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആള് എന്ന് പറയുമ്പോ ഞാൻ വെറുതെ അത് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പം അതിനകത്ത് കാണുന്നത് ഈ ചെറുപ്പക്കാരനെയാണ്. ഈ കൂടെ ഗുരുവായൂർ പ്രശ്നം ഉണ്ടാക്കി അവനാണ് കൂടെ ബഷീർ എന്ന് പറയുന്ന ഒരുത്തനാണ്. അരുൺ ബഷീർ. യെസ്, അരുൺ ബഷീർ. ഈ അരുൺ ബഷീറിനെ ഇവള് തൊട്ടടുത്തിരുത്തിയിട്ട് ഇവള് പറയാണ്, നിങ്ങൾ എല്ലാവരും എന്നെ സോഷ്യൽ മീഡിയ എനിക്ക് എല്ലാവരും കൂടിയിട്ട് എനിക്ക് ഉണ്ടാക്കി തന്ന ഒരാള് ഭർത്താവ് എന്ന് പറയുന്ന ആളാണ് ഈ ഇരിക്കുന്നത്. ഇതെന്റെ ഭർത്താവല്ല, ഇതെന്റെ ഭർത്താവല്ല, ഇതെനിക്ക് ഭർത്താവായിട്ടുള്ള ആളല്ല, ഇതെനിക്ക് കൂടെ നടക്കുന്ന വേറൊരാളാണ്. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന എന്റെ ഇക്ക ദുബായിലാണ്. എന്റെ പൊന്നിക്ക, ഈ പറയുന്ന ഈ താത്തയുടെ എവിടെയോ കിടക്കുന്ന ഒരു ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തൻ ഗൾഫിലുണ്ടെന്നോ ദുബായിലുണ്ടെന്നോ എവിടെയോ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്റെ പൊന്ന് ചങ്ങാതി, നിങ്ങൾ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, മൂക്ക് കിഴിപ്പിട്ടുള്ള മനുഷ്യനാണെങ്കിൽ ഒന്ന് തല കാണിക്ക്. എന്നിട്ട് ഇവളുടെ ഭർത്താവാണെന്ന് വന്നിട്ട് ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടൊന്ന് പറ. ഇത് ദേവലോകത്തിരിക്കുന്ന ഏതോ ഒരു അലവലാതി എവിടെയാണ് കിടക്കുന്നുള്ള രീതിയിൽ കുറെ കാലമായിട്ട് ഞങ്ങൾ ഇവളുടെ ഭർത്താവ് എന്നുള്ള രീതിയിൽ ഒരുത്തനെ കേൾക്കുന്നു. എന്റെ ഇക്ക അങ്ങ് ദുബായിലാണ്. എന്റെ ഇക്ക ദുബായിലാ. ഈ ഇക്ക ഒരു കാലത്ത് ഞാൻ ചോദിക്കുന്ന ഒരു സ്ത്രീയുടെ പേരിൽ ഇതുപോലുള്ള ഇതേ ആവശ്യത്തിനും അല്ലാത്തപ്പോഴും അതിര് കടന്നിട്ടും അല്ലാത്തപ്പോഴും ഒരുപാട് സൈബർ ആക്രമണം ഉണ്ടായി. ഇവളെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി എന്ന് പറയുന്നു, ഇവളെ കണ്ണീരിൽ ആഴ്ത്തി എന്ന് പറയുന്നു, ഇവള് കരഞ്ഞുകൊണ്ട് ഇവള് നിലവിളിച്ചുകൊണ്ട് ഓടുന്നു, ഇവള് ആത്മഹത്യ ചെയ്യുന്നു, ഇവള് രണ്ടാമത് ആത്മഹത്യ ചെയ്യുന്നു. ഈ അരുൺ ബഷീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൂടെ ഇരുത്തിയിട്ട് ഇവള് പറയാണ്, എനിക്ക് ഈ ലോകത്ത് ആരോടും കടപ്പാടില്ല, ഇവനോട് മാത്രമേ കടപ്പാടുള്ളൂ. കാരണം ഞാൻ 2 പ്രാവശ്യം ഞാൻ ചാവാൻ നോക്കിയപ്പോഴും എനിക്ക് ഇവനാണ് വന്നിട്ട് എന്നെ രക്ഷിച്ചത്. അപ്പൊ എന്റെ ജീവന് മൊത്തം കടപ്പാട് ഇവനോടാണ്. എനിക്കൊരു ഇക്കുണ്ട്, എന്റെ ഭർത്താവുണ്ട്, എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട്, ഓൻ അവിടെ ദുബായിലാണ്. അതിപ്പം ആർക്ക് വേണമെങ്കിലും പറയാലോ. എനിക്കൊരു ഭർത്താവുണ്ട് ദുബായിലാണ്, വേറൊരു ഭർത്താവുണ്ട് ഗൾഫിലാണ്, മറ്റൊരു ഭർത്താവുണ്ട് അമേരിക്കയിലാണ്, വേറൊരു ഭർത്താവുണ്ട് പിന്നെ ലണ്ടനിലാണെന്ന്, എങ്ങനെയൊക്കെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറയാം, അതാർക്കും പറയാം. പക്ഷെ ഇത്രത്തോളം ആത്മഹത്യാ നാടകങ്ങൾ മുഴുവനും നടത്തിയിട്ട് ഇവള് ആത്മഹത്യ ഇങ്ങനെ മുട്ടുമ്പോ ആത്മഹത്യ ചെയ്യുന്ന ആളാണ് ഇവള്. ഈ മുട്ടുമ്പോ ഇവള് ഈ വിറ്റാമിൻസിന്റെ മരുന്നുകൾ എടുത്തു കഴിച്ചിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോ ഒരു പ്രാവശ്യമെങ്കിലും എന്റെ പൊന്നിക്ക, ഇവളുടെ ഭർത്താവ് എന്ന് പറയുന്ന ഇക്ക, നിങ്ങളൊന്ന് തല കാണിക്കേ, ഞങ്ങളൊന്ന് കണ്ട് നിർവൃതി അടയട്ടെ ഇവളുടെ ഭർത്താവ് ആരാന്ന്. ഇവളുടെ ഭർത്താവോ ഭർത്താവിന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് തല കാണിക്ക്. അല്ലെങ്കിൽ ഈ ജാതി പൊള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ഈ ജനങ്ങളെ പറ്റിക്കുമ്പോ
പമ്പര വിഡ്ഢികളായ മനുഷ്യരെ, നിങ്ങളൊന്നും ചിന്തിക്കേ ഇതെന്താണ് ഈ സാധനം എന്നുള്ളത്. ഈ സാധനം എന്താണ്? നിങ്ങളെ എല്ലാവരെയും, അതായത് ഇവരുടെ കൂടെ നടക്കുന്ന ഈ പറയുന്ന കച്ചവടത്തില് KS ചിത്ര, നരേന്ദ്രമോദി, സുരേഷ് ഗോപി, പിന്നെ ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, പിന്നെ സിദ്ദിഖ്, അങ്ങനെ മോഹൻലാല്, അങ്ങനെ മമ്മൂട്ടി, ഞാൻ പറഞ്ഞില്ലേ സർവേതര സ്റ്റാറുകളും എവളുടെ ഫാനാണ്. എല്ലാവരും എവളുടെ ഫാനാണ്. ഒരു സമൂഹത്തെ മുഴുവനും കിടന്നിട്ട് ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാവാലിയുടെ ഫാനാണ് ഇത്രയും വലിയ താരനിരകൾ മുഴുവനും. ഇത്രയും മനുഷ്യരോട് മുഴുവനും ആത്മവഞ്ചന കാണിക്കുന്ന ഈ കുലദ്രോഹി, ഈ കുലദ്രോഹിക്ക് സത്യം എന്താണെന്നോ, ധർമ്മം എന്താണെന്നോ, നീതി എന്താണെന്നോ, ന്യായം എന്താണെന്നോ അറിയാവോ? ഒരു ക്ഷേത്രത്തിന്റെ തിരുനടയിൽ വന്നിട്ടാണ് പറയുന്നത്, എടി നിന്റെ ആങ്ങള നിന്റെ വീട്ടിൽ നിനക്ക് മറ്റേ പരിപാടി ചെയ്തു തരുന്നുണ്ടെങ്കിൽ എന്റെ ആങ്ങള അങ്ങനെയല്ലടി. പച്ചക്കാണ് വിളിക്കുന്നത്, പച്ചക്കാണ് തെറി വിളിക്കുന്നത്. അവളുടെ ആങ്ങള കയ്യോങ്ങുന്നു തല്ലാനായിട്ട്. ഈ ആങ്ങളുടെ അമ്മ എന്ന് പറയുന്നവന് പറയുന്നു, എന്റെ മോളെ വേണ്ടി വന്നാൽ ഞാൻ അവന് കെട്ടിച്ചു കൊടുക്കൂടി. ലൈവായിട്ടാണ് പറയുന്നത്, ഞാൻ ഉണ്ടാക്കിയ കഥയല്ല. ഒരു അമ്പലത്തിന്റെ മുൻപിൽ വന്നിട്ടാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പോകാനുള്ള സ്റ്റേഷനുണ്ട്, കോടതിയുണ്ട്, പല കാര്യങ്ങളുണ്ട്. അല്ലാണ്ട് നിങ്ങൾ ആ ഗുരുവായൂർ അമ്പല നടയിൽ നിന്നിട്ട് ഫോൺ എടുത്ത് തോണ്ടിക്കൊണ്ട് അയ്യോ ഇതാണ് ഈ കമന്റാണ് എന്ന് യവനും ഇവളുടെ കൂടെ നടക്കുന്ന ആ കൊച്ചാളനും കൂടിയിട്ട് തപ്പിപ്പിടിച്ചിട്ട് മറ്റൊരു സ്ത്രീയുടെ നേരെ കയ്യൂക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, അവരെ തല്ലാൻ ചെല്ലാനായിട്ട് ഇവർക്ക് ആരാ അധികാരം കൊടുത്തത്? ഈ സാംസ്കാരിക നായകന്മാരെ മുഴുവനും കാണുന്നുണ്ടല്ലോ ഈ തോന്നിവാസം, ഇല്ലേ? ഇവൾക്ക് ഈ സ്ഥാനം കൊടുത്ത ഇത്രയും തലപ്പത്തിരിക്കുന്ന മുകളിൽ ഇരിക്കുന്ന ആൾക്കാരാണല്ലോ ഇവളെ താങ്ങിക്കൊണ്ട് നടന്നിരുന്നത്. അവളുടെ പ്രവൃത്തിയാണ് കണ്ടത്. അമ്മയ്ക്ക് വീടില്ലാണ്ട്, അച്ഛനും അമ്മയ്ക്കും വീടില്ലാണ്ട് വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് താത്ത. ഈ വീടുണ്ടാക്കി കൊടുക്കാനായിട്ട് നോക്കുമ്പം അമ്മയ്ക്ക് ഫോണാണ് സമ്മാനം മേടിച്ച് പ്രസന്റേഷൻ, എന്താ ബർത്ത്ഡേക്ക് പ്രസന്റ് മേടിച്ച് കൊണ്ട കൊടുക്കുന്നത് അമ്മ ഫോണാണ് അമ്മയ്ക്ക്. അപ്പൊ അമ്മയുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ട്, അത് കേട് വന്നു. അപ്പൊ മോള് വേറെ ഫോൺ മേടിച്ചു കൊണ്ട് കൊടുക്കുകയാണ് അമ്മയ്ക്ക്. അപ്പൊ ഉമ്മ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് നിന്നുകൊണ്ട് നോക്കുമ്പം ഉമ്മാനെ കാണുമ്പോഴേ ഉമ്മ 10 പവന്റെ മാലിട്ടിട്ടാ നിൽക്കുന്നത്. ഏറ്റവും അടിയില് അടിവയറ് വരെ ഉറക്കത്തില് 10 പവന്റെ മാല ഇട്ടുകൊണ്ടാണ് ഉമ്മ നിൽക്കുന്നത്. വീടുണ്ടാക്കാൻ പൈസ ഇല്ല, ഉമ്മക്ക് വീടില്ല, ഉപ്പാക്കും വീടില്ല, വീടുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലാ. നമ്മുടെ സുരേഷ് ഗോപി സാറ് ലൈവായിട്ട് പറയുന്നത് ഞാൻ കേട്ടതാ. ഈ നമ്മുടെ നാട്ടില് ഹിന്ദുക്കളെ അടച്ചുറപ്പില്ലാണ്ടും ഒരു നേരത്തെ കഞ്ഞിക്ക് വകയില്ലാണ്ടും അരപ്പട്ടിണിക്കാരായിട്ട് ഹിന്ദു സമൂഹം മൊത്തം കിടന്ന് കഷ്ടപ്പെടുമ്പോ ഇതേപോലത്തെ ചാവാലികളെ വലിച്ചുകൊണ്ട് പോയിട്ട് നമ്മുടെ നേതാക്കന്മാരും മന്ത്രിമാരും പിന്നെ താരനിരകളിലുള്ളവരും പ്രധാനപ്പെട്ടവരും സാംസ്കാരിക നായകന്മാരും മുഴുവനും ഈ ജാതി പേക്കോലം തുള്ളുമ്പോഴേ എനിക്കൊക്കെ ഇവരോടൊക്കെ വെറും പുച്ഛം മാത്രം. ഉറപ്പാണ് എനിക്ക് നിങ്ങളെ പോലുള്ളവരോട് അറപ്പ്. ഈ ജാതി ചാവാലികൾക്ക് വേണ്ടിയിട്ട് ഇവൾക്ക് വേണ്ടിയിട്ട് ഇവളുടെ ഉപ്പാക്കും ഉമ്മാക്കും വീടുണ്ടാക്കി കൊടുക്കാനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും പരസ്യം ചെയ്തിട്ട് നടക്കുന്നുണ്ടല്ലോ. എനിക്ക് നിങ്ങളോടൊക്കെ വെറും പുച്ഛമാണ് തോന്നുന്നത്. നിങ്ങളെയൊക്കെ മനസ്സിലിട്ട് ആരാധിച്ച് ബഹുമാനിച്ച് കൊണ്ട് നടക്കുന്ന അരപ്പട്ടണിക്കാരായിട്ടുള്ള ഹിന്ദു സമൂഹമുണ്ട് ഇവിടെ. ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാണ്ട്, ഒരു യൂണിഫോമിന് പാകില്ലാണ്ട്, കണ്ണടച്ച് നേരെ കിടക്കാനായിട്ട് ഒരു വീടില്ലാണ്ട് കഷ്ടപ്പെടുന്ന ഒരു ഹിന്ദു സമൂഹമുണ്ട് ഇവിടെ. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യത്നിക്ക്, അവര് നിങ്ങളുടെ കൂടെ കാണും. അല്ലാണ്ട് ഈ വക വർഗങ്ങളൊന്നും നിങ്ങളുടെ കൂടെ കാണില്ല, ഉറപ്പുള്ള കാര്യമാണ്. അത്രയും ദേഷ്യത്തോടു കൂടിയിട്ട് തന്നെ ഞാൻ പറയുന്നത്. എനിക്ക് ആരെന്നെ എങ്ങനെ വിചാരിച്ചാലും എനിക്ക് പ്രശ്നമില്ല, കണ്ട കാര്യങ്ങൾ തന്നെ ഞാൻ പറയുന്നത്. ഇനി അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ തൂക്കിക്കൊല്ലാൻ വിധിയുന്നുണ്ടെങ്കിൽ ഞാൻ അതങ്ങ് സഹിച്ചോളാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഏത് സാംസ്കാരിക നായകന്മാരായാലും ശരി, അത് സുരേഷ് ഗോപി അടക്കം അദ്ദേഹം കൂടെ ശ്രദ്ധിക്കണം. ഇതേപോലുള്ള തോന്നിവാസങ്ങള് സഹിക്കാൻ പറ്റാത്തോണ്ടാ പറയുന്നത്. അതൊന്നും നിങ്ങൾക്ക് കാണില്ല. ഈ വക അലവലാദികളെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചേർത്ത് നിർത്തിയാലും നിങ്ങൾക്ക് പോരാ. എന്താണ് ഇതിന്റെയൊക്കെ ഒരു മീനിങ്? എന്താണ് ഇവർക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാണ്? ഒരു ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് വരിക, എന്നിട്ട് ചിത്രം പിടിക്കുക, സിനിമയിൽ തിരിയുന്ന പോലെ വട്ടം കറങ്ങുക, അത് കഴിഞ്ഞിട്ട് പിന്നെ എയറിൽ വരുന്ന പോലെ വരിക, അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻഷാ അള്ള ഇൻഷാ തള്ള എന്നുള്ള തള്ളൽ. ഞാൻ ചോദിക്കുന്ന, ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ നടയിൽ വന്നിട്ട് ഭഗവാനെ കൃഷ്ണ എന്നിവൾ ഒരു പ്രാവശ്യമെങ്കിലും കൈകൂപ്പിയതായിട്ട് ഒരു ചിത്രത്തിലെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇന്ന് ഇവിടുന്ന് അങ്ങോട്ടല്ല, ഇന്നലെ വരെ ഏതെങ്കിലും ഒരു ചിത്രത്തില്, അതൊരു അമ്പലമാണല്ലോ, ഒരു ക്ഷേത്രമാണല്ലോ, ആ ക്ഷേത്ര പരിസരത്ത് വന്നിട്ട് ഭക്തിയോടുകൂടി നമ്മൾ രണ്ട് വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ പരസ്പരം കൈകൂപ്പുന്ന ഒരു സംസ്കാരമുണ്ട്
നമ്മുടെ ഭാരതത്തിന്. ആ സംസ്കാരം മുഴുവനും വിട്ടിട്ട് ഒരു അമ്പലത്തിന് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് വന്ന് നിന്നിട്ട് കണ്ണാ ഹാപ്പി ബർത്ത്ഡേ പറയാൻ വന്നതാ, 12 മണിയായി, കണ്ണാ ഹാപ്പി ബർത്ത്ഡേ. ഇവൾക്ക് ഈ ജാതി കോലം കെട്ടാനായിട്ട് ഇവളുടെ, ഞാൻ ചോദിക്കുന്നത്, ഞാനൊരു ഹിന്ദു സ്ത്രീയാണ്, ഞാൻ ഈ ജാതി കോലങ്ങളൊക്കെ കെട്ടിയിട്ട് ഏതെങ്കിലും ഒരു മോസ്കിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇവരുടെ പള്ളിയുടെ മുമ്പിലോ പോയി നിന്നിട്ട് ഈ ജാതി കോപ്രായത്തരം കാണിച്ചാൽ എന്റെ കയ്യും കാലും കഴുത്തു ബാക്കി ഉണ്ടാവുമോ? എന്താണ് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പറയുമ്പോ വർഗീയത പറയാന്ന് പറയുന്നില്ലേ? വർഗീയത എന്താ വൺ വേ ട്രാഫിക് ആണോ വർഗീയത? എന്താ ഹിന്ദുവിന് വർഗീയത വേണ്ടേ? നിങ്ങൾക്ക് മാത്രം മതിയോ വർഗീയത? ജമാഅത്തെ ഇസ്ലാമിക്കും ഇവിടുത്തെ തീവ്ര സംഘടനകൾക്ക് മാത്രം മതിയോ വർഗീയത? എന്താ ഹിന്ദുവിന് പറ്റില്ലേ? നിങ്ങളൊന്നും പറയേ. നിങ്ങൾ ഏതെങ്കിലും പള്ളിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഞാൻ ഈ ജാതി കോപ്രായങ്ങൾ കാണിക്കാനും റീൽസ് എടുക്കാനും ഞാൻ വരിക. നിങ്ങളുടെ പള്ളിയുടെ മുമ്പിൽ പെണ്ണുങ്ങൾക്ക് കടക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, പെണ്ണുങ്ങൾക്ക് നേരെ വഴിക്ക് പള്ളിയുടെ നേരെ മുന്നിലൂടെ കയറി വരാൻ പോലും പറ്റില്ല. ആ സ്ഥാനത്ത് ഞാൻ വന്ന് നിന്നിട്ട് ഈ ജാതി കോപ്രായങ്ങൾ റീൽസ് എടുക്കാനും ഞാനും വരാൻ പോവുക. എന്റെ കഴുത്തും എന്റെ കയ്യും എന്റെ കാലും ഒക്കെ, അതായത് ഇടത്തെ കയ്യെ വെട്ടണമെന്നുണ്ടെങ്കിൽ വലത്തെ കാല് വെട്ടണം, വലത്തെ കാല വെട്ടണമെന്നുണ്ടെങ്കിൽ ഇടത്തെ കൈ വെട്ടണം. നേരെ ഓപ്പോസിറ്റ് ആണ് ഖുർആൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന മനുഷ്യര് കഴുത്ത് വെട്ടിക്കളയും എന്റെ. പിന്നെ എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്ത്, ക്ഷേത്രമാണോ പള്ളിയാണോ അല്ലെങ്കിൽ മോസ്ക് ആണോ എന്നുള്ളതല്ല ചോദ്യം. അതൊരു പരിശുദ്ധിയുടെ, ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു ആരാധനയുടെ ഒരു ഘടകമല്ലേ ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കുകളൊക്കെ? അതിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ഇൻഷാ അള്ളാ എന്നും പറഞ്ഞിട്ട് ഒരു വാക്കുകൊണ്ട് പടച്ചവനല്ലാണ്ട് ഇൻഷാ അള്ളയല്ലാണ്ട് ഇവളുടെ വായേന്ന് കണ്ണാ കണ്ണാ കണ്ണാന്ന് ഇവളെ ഏതാണ്ട് പറയണ കേട്ടതൊന്നും അപ്പുറത്തെ വീട്ടിലത്തെ ചെക്കനെ വിളിക്കുന്ന പോലെ ഇവള് കണ്ണനെ വിളിക്കുന്നത്. തൊട്ടപ്പുറത്തെ വീട്ടിലെ ചെക്കന്റെ കൂടെ എന്നിട്ട് ഇവള് പൂർണ്ണമായിട്ട് ശയിക്കുന്നത് കണ്ണന്റെ കൂടെ. നീ പൂർണ്ണമായിട്ട് ശയിക്കുന്നുണ്ടെങ്കിലേ നിന്റെ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ്. നീ കിടന്നിട്ട് നിലവിളിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മറുനാടൻ മലയാളിക്ക് താത്തേനെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്തിട്ടും പോരാ. മറുനാടൻ മലയാളിക്ക് താത്തയെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്തിട്ടും പോരാ. നമ്മുടെ മറുനാടൻ മലയാളിയിൽ വർക്ക് ചെയ്യുന്ന പീയൂഷ് ഉണ്ടല്ലോ, ഈ പീയൂഷിനോട് എന്റെ വളരെ അടുത്ത് ഒരുപാട് വർഷമായിട്ട് എനിക്ക് അറിയാവുന്ന ഒരു ഫാമിലി, ഒരു ഹിന്ദു ഫാമിലിയാണ് നമ്മുടെ ചേറ്റുവേല്. അത് ഞാൻ മറുനാടൻ മലയാളിയോടും ഈ പറയുന്ന പീയൂഷിനോടും ഞാൻ കയ്യും കാലും പിടിച്ച് ഞാൻ പറഞ്ഞു, പീയൂഷെ ഒരു സഹായം ചെയ്യേ, ഒരു സുഖമില്ലാത്തൊരു അമ്മയുണ്ട്, 2 കാലും വളഞ്ഞിട്ട് മുട്ടിന്റെ അവിടെ വെച്ച് വളഞ്ഞിട്ട് അവർക്ക് നടക്കാനും ഇരിക്കാനും വയ്യാത്തൊരവസ്ഥയാണ് അവരുടെ. ആ കുടുംബത്തെ ഒന്ന് സഹായിക്കേ. അവർക്കൊരു മോളാണ്, മകളുടെ ഭർത്താവ് വേറൊരു പെണ്ണിനെയും കൊണ്ടുപോയി 2 കുട്ടികളുണ്ട്, വാടക വീട്ടിലാ താമസിക്കുന്നേ. അന്നന്നത്തെ ജീവിതം കഴിഞ്ഞു പോവാൻ തന്നെ വലിയ കഷ്ടപ്പാടാണ്. ആ അമ്മയ്ക്ക് നടക്കാൻ പറ്റില്ല. അവര് വടി കുത്തി പിടിച്ചിട്ടാ നടക്കുന്നേ. മാത്രമല്ല കാലില് രാത്രിയാവുമ്പോ അവർക്ക് ഉറങ്ങാൻ പറ്റാതെ ജീവൻ പോകുന്ന വേദനയാണ്. അങ്ങനത്തെ ഒരു അമ്മയുടെ കഷ്ടപ്പാട് പറഞ്ഞിട്ട് ഞാൻ ഈ പീയൂഷിന്റെ പുറകെ നടന്നിട്ട് 1000 ആവർത്തി ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു, പീയൂഷെ ഒരു വീഡിയോ അവർക്ക് വേണ്ടി ചെയ്യേ. നിങ്ങളെ പോലെ കുറച്ചും കൂടെ റീച്ച് ഉള്ള ആൾക്കാർ ചെയ്യുമ്പോൾ അവർക്കൊരു 10 രൂപ കിട്ടണമെങ്കിൽ കിട്ടട്ടെ. അവരുടെ കാലിന്റെ ഓപ്പറേഷൻ നടത്താനാണ്. ഗതിയില്ലാത്ത പാവങ്ങളാണ്. ഇവൻ തിരിഞ്ഞു നോക്കിയില്ല. 2-3 പ്രാവശ്യം ഇവനെ ഞാൻ വിളിച്ചു, ഇവൻ തിരിഞ്ഞു നോക്കിയില്ല. അവനുണ്ട് താത്തയുടെ പുറകെ മണപ്പിച്ചു പോയിട്ട് താത്തയുടെ സർവമാന വിഡ്ഢിത്തങ്ങളും കേൾക്കാനായിട്ട് ഇവൻ വന്നിരിക്കാൻ. എനിക്ക് അറപ്പാണ് തോന്നുന്നത്, അറപ്പ്. മറുനാടൻ മലയാളിയെ നിങ്ങളെ കുറിച്ച് ഞാൻ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചതല്ല. ഇല്ലെങ്കിൽ അവര് പറയട്ടെ, മറുനാടൻ മലയാളി അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയട്ടെ. ഈ പീയൂഷും പറയട്ടെ, ഈ പീയൂഷിനെ ഞാനാ വിളിച്ചത്. അവനത് ചെയ്തില്ല. ഇത്രയും ഉടായ്പ നടത്തിയിട്ട് ഒരു ഹിന്ദു സമൂഹത്തിനെ മാത്രം പറ്റിച്ച് നടക്കുന്ന ഒരു താത്തയുടെ പുറകെ പോയിട്ട് അവള് പടച്ചു വിടുന്ന വിഡ്ഢിത്തരങ്ങൾ മുഴുവൻ അവൻ മൈക്കും കൊണ്ട് കേട്ടുകൊണ്ട് നിന്നിട്ട് പിന്നെയും സംപ്രേഷണം ചെയ്യാം മറുനാടൻ മലയാളിയിൽ. വീണ്ടാമതും അതായത് താത്തയുടെ കരച്ചിൽ എത്ര കാണിച്ചിട്ടും മതിയാവുന്നില്ല മറുനാടനെ. അപ്പൊ എന്താ മറുനാടൻ മലയാളിക്ക് ഹിന്ദു സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയില്ലേ? മറുനാടൻ മലയാളി എന്ന ചാനലിന് ഹിന്ദു സമൂഹത്തോട് ഒരു പ്രതിബദ്ധതയും ഇല്ലേ? താത്ത മാത്രം ജീവിച്ചാ മതിയോ? താത്ത അവിടെ വന്ന് കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങളും അവളുടെ കൂടെ നടന്ന മനുഷ്യരുടെ തോന്നിവാസങ്ങളും വായിന്ന് വന്ന ഇത്രയും എന്താ പറയുക അപഹാസ്യ രീതി മാതിരിയുള്ള പെരുമാറ്റങ്ങളും സംസാര രീതികളും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലായതല്ലേ? അത് മറുനാടനും കണ്ടതല്ലേ? എവള് കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾ മുഴുവനും മറുനാടനും കാണുക. അവരൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണല്ലോ. എന്നിട്ട് പിന്നെ അവരത് കണ്ടിട്ട് ഒരു പ്രാവശ്യം കണ്ടു, ശരി എന്തോ ആവട്ടെ, ചാനലുകാരാണ്, അവർക്ക് അവരുടെ റീച്ച് കൂട്ടണമെന്ന് മാത്രമേ ഉള്ളൂ, പൈസ ഉണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ശരി. അത് കഴിഞ്ഞിട്ട് 2ാമതും 3ാമതും താത്തയെ തന്നെ പ്രൊമോട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ എന്ത് തോന്നിവാസം കാണിച്ചാലും മറുനാടൻ മലയാളിക്ക് വിഷയമില്ല. ഗുരുവായൂർ അമ്പലത്തിൽ ഏത് ഭക്തയെ വന്നിട്ട് തല്ലാൻ വന്നാലും ചീത്ത വിളിക്കാൻ വന്നാലും അതൊന്നും മറുനാടൻ മലയാളിക്ക് വിഷയമല്ല. ഗുരുവായൂർ അമ്പലത്തില് എവള് വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്കും അതിനും മറുനാടൻ മലയാളിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല.
മറുനാടന് മെയിനായിട്ട് പ്രശ്നം താത്തയുടെ കണ്ണീരാണ്. ഒരു മനുഷ്യനെ അർഹിക്കുന്നവർക്ക് സഹായിക്കാനായിട്ട് ഞാനൊരു മനുഷ്യത്വം പോലെ ചോദിച്ചതാണ് ഈ പീയൂഷിനോട്. എന്നിട്ട് പിന്നെ ഇത് കാണുമ്പോൾ നമ്മളെ പോലെ, ഞാനൊരു സാധാരണക്കാരിയാണ്, നമ്മളെല്ലാവരും സാധാരണക്കാരാണ്. ഒരു സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വന്നപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ അത് കണ്ടതുകൊണ്ടെങ്കിലും ഇത് രണ്ട് സമൂഹമായിട്ട്, അതായത് ഹിന്ദു സമൂഹവും മുസ്ലിം സമൂഹവും തമ്മിലുള്ള ഒരു വഴക്കായിട്ട് മാറുമെന്നെങ്കിലും ഒരു കോമൺ സെൻസ് എങ്കിലും തോന്നിയോ മറുനാടന്? തോന്നിയില്ലല്ലോ. എന്തുകൊണ്ടാ തോന്നാത്തത്? അപ്പൊ താത്തയുടെ കണ്ണീരാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആണോ? ഇതൊരു വർഗീയ ലഹളയായി വരുന്നുള്ളത് പോലും അവർക്ക് തോന്നുന്നില്ല. പിന്നെ എങ്ങനെ പറയാതിരിക്കും? ഒരു സ്ത്രീ പാവമാണ്, അവർ ജീവിച്ചു പൊക്കോട്ടെ. അവര് ജീവിക്കുന്നതിന് ചെയ്യുന്നതിനും പരിധികളുണ്ടേ. ഒരു ക്ഷേത്രത്തിന്റെ നടയിൽ വന്നിട്ടല്ല നിങ്ങൾ റീൽസ് എടുക്കുക. ഒരു ക്ഷേത്രത്തിന്റെ അപ്പൊ പറയും നിങ്ങൾ കണ്ണൂരിൽ നിന്ന് എനിക്ക് ഇത്രയും ദൂരം ഒന്നും വരേണ്ട കാര്യമില്ല, എനിക്ക് കാർ ഓടിച്ച് കണ്ണൂരിൽ നിന്ന് ഇത്രയും ദൂരം ഒന്നും വരേണ്ട, കണ്ണന്റെ നടക്കിൽ വന്നിട്ട് റീൽസ് എടുക്കാനായിട്ടൊന്ന്. പിന്നെ എന്തിനു നിങ്ങൾ വരുന്നേ? എന്താ ഭഗവാൻ എന്താ നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ലേ? അതാണോ അവസ്ഥ? അതോ ഗുരുവായൂർ അമ്പലത്തില് പിന്നെ രാവിലത്തെ പൂജയും ഉച്ചക്കലത്തെ പൂജയും പന്തിരടി പൂജയും പിന്നെ ഉച്ചതിരിഞ്ഞിട്ടുള്ള പൂജകളൊക്കെ മുടങ്ങി പോവോ ഈ സാധനം അവിടെ വന്നില്ലെങ്കിൽ? ഇനിയിപ്പോ വിഷുവിനും സംക്രാന്തിക്കും പിന്നെ മറ്റേ ദിവസങ്ങളിലൊക്കെ അവൾക്ക് അത് അന്നത്തെ ദിവസമാണ് കറക്റ്റ് ആയിട്ട് അവിടെ ഒരുപാട് മനുഷ്യർ വരുന്നത്. അഷ്ടമി രോഹിണി എന്ന് പറയുന്ന ദിവസവും വിഷു എന്ന ദിവസങ്ങളിലൊക്കെയാണ് കണ്ണനെ കണി കാണാനായിട്ട് ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നത്. അപ്പൊ താത്തയ്ക്ക് നന്നായിട്ട് അറിയാം, ബിസിനസിന്റെ ടെക്നിക്ക് നല്ലോണം പഠിച്ചിരിക്കുന്ന ആളാ താത്ത. അപ്പൊ താത്തയ്ക്ക് അന്നത്തെ ദിവസം വരുമ്പോഴാണ് കച്ചവടം നല്ലോണം മുറക്കി കിട്ടുക, അന്നാണ് കച്ചവടം നടത്താൻ പറ്റുക. അതുകൊണ്ടാണ് മഹാബലി വരുന്ന പോലെ എനിക്ക് കൊല്ലത്തിൽ 2 തവണ വരാനുള്ള പിന്നെ അനുവാദം തരണം എന്ന് പറയണത്. ഇനി എവളെങ്ങാനും ഗുരുവായൂർ അമ്പലത്തിൽ കാലെടുത്ത് കുത്തിയാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിനോടും മറ്റുള്ളവരോടും കൂടിയിട്ട് പറയാണ്, അടിച്ചവരുടെ കാലൊടിക്കും ഞാനെന്നല്ല അടങ്ങുന്ന ഹിന്ദു സമൂഹം. ഇവിടെ കൈക്കരുത്തുള്ള വേണ്ട പെണ്ണുങ്ങളുണ്ട്. ഈ മതേതരത്വം കളിക്കുന്ന പെണ്ണുങ്ങൾ മാത്രമല്ല, നല്ല കൈക്കരുത്തുള്ള ഹിന്ദു വർഗീയത മാത്രം വിളമ്പുന്ന ഹിന്ദു വർഗീയവാദി എന്ന് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോ, 10 പ്രാവശ്യം വിളിച്ചോ, 1000 പ്രാവശ്യം വിളിച്ചോ, ഐ ഡോണ്ട് കെയർ. ഞാൻ എന്നാലും ഞാൻ പറയും, എന്റെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയും. അത് മാത്രമല്ല, എനിക്ക് ഈ സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധത വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, 2 സമൂഹങ്ങൾ കൂടിയിട്ടുള്ള പ്രശ്നത്തിന് വഴിയൊരുക്കും ഇവള്. അതായത് മുസ്ലിം സമൂഹവും ഹിന്ദു സമൂഹവും ഇതൊക്കെ ഒരു ബാലൻസിൽ പോകുന്ന ഒരു സ്ഥലമാണ് കേരളം അല്ലെങ്കിൽ ഭാരതം. ആ ബാലൻസ് തെറ്റിച്ചിട്ട് ഈ വശം കഴിഞ്ഞാൽ അപ്പുറം ആ വശം, ഈ കവളമ്പട്ടയമ ചവിട്ടിയ പോലത്തെ സ്വഭാവം എടുക്കരുത്. ആ സ്വഭാവം 2 സമൂഹങ്ങളെ തമ്മിൽ തെറ്റിക്കാനാണ്. ഇത്രയും വലിയൊരു സീരിയസ് ഇഷ്യൂ മറുനാടിന് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഇത് എന്ത് കളിയാണ്? അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിനോട് 2ാം കൂടിയാണ് നമ്മള്. ഈ കരച്ചിലുണ്ട്, എവിടെ നോക്കിയാലും കരച്ചില്, എവിടെ നോക്കിയാലും കരച്ചില്. ചാത്തയുടെ കരച്ചിലില്ലാത്തൊരവസ്ഥയില്ല. പറ്റിച്ച് നല്ലോണം തിന്നു കൊടുത്ത് എല്ലിന്റെ ഇടയിൽ വറ്റു കുത്തി കഴിഞ്ഞപ്പോ താത്തയ്ക്ക് എന്തുമാവാന്നുള്ളൊരു തോന്നിവാസം. ഒരു പരിധിയുണ്ടപ്പോ എല്ലാ കാര്യങ്ങൾക്കും. നിങ്ങൾ ആ പരിധിക്ക് നിൽക്ക്, ആ പരിധി വിട്ട് അപ്പുറത്തേക്ക് പോവല്ലേ. എന്നിട്ട് നിങ്ങളുടെ വായിൽ തന്നെ തോന്നിവാസങ്ങള്, അത് സമ്മതിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്. എല്ലാവരും ഇവിടെ ജീവിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് വഴിവെട്ടി വന്ന ഒരാളാണ്, ഒരു സ്ത്രീയാണ് ഞാനും. അപ്പൊ ആ സ്ത്രീകളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. പക്ഷേ ആരായാലും ശരി അതിര് കടക്കരുത്. അത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. അല്ലെങ്കിൽ ഭഗവാനായിട്ട് തോന്നിപ്പിക്കുന്നതാണ് എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. ഞാനൊരു കൃഷ്ണഭക്തയാണ്. ഞാൻ അങ്ങേയറ്റം ഗുരുവായൂരപ്പന്റെ കൃഷ്ണഭക്ത എന്ന് മാത്രമല്ല, ഞാൻ ഗുരുവായൂരപ്പന്റെ അങ്ങേയറ്റത്തൊരു ഭക്തയാണ്. അപ്പൊ ആ ഭഗവാനോട് എനിക്കൊരു കടപ്പാടുണ്ട്. ആ വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. ഇതും ഭഗവാനായിട്ട് തോന്നിപ്പിക്കുന്നതാണ്, ഞാനായിട്ട് പറയുന്നതല്ല. ഭഗവാനായിട്ട് തോന്നിപ്പിക്കുന്നതാണെന്നാണ് എന്റെ വിശ്വാസം. എന്റെ വിശ്വാസം നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ പൊറുപ്പിക്കട്ടെ എന്ന് പറഞ്ഞ പോലെ എന്റെ വിശ്വാസമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ആ വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു തരത്തിലുള്ള വിശ്വാസവും ബഹുമാനവും ഇല്ലാത്ത വ്യക്തി ആ നടയിൽ വന്ന് നിന്നിട്ട് ഇതുപോലത്തെ കോപ്രായത്തരങ്ങൾ കാണിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതേപോലെ കമന്റ് ഇട്ട ആൾക്കാരെയും അല്ലാത്തവരെയൊക്കെ തപ്പിപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സമൂഹത്തിൽ ഇറങ്ങുവോ, പോലീസ് സ്റ്റേഷനിൽ പോവുകയോ, അവിടെ പോയിട്ട് വെല്ലുവിളിക്കുകയോ എന്തോ ചെയ്യേ. എന്നിട്ട് വായിന്ന് വരുന്ന വർത്തമാനം എന്താണ്? വായിന്ന് വരുന്ന വർത്തമാനം എന്താണ്? ഇതാണോ ഗുരുവായൂർ നടക്കൽ നിങ്ങൾ വന്ന് നിന്ന് പറയേണ്ടത്? ഇതാണോ നിങ്ങളുടെ സംസ്കാരം? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ആ സ്ത്രീയോട് പറയുന്നതാണ്. കൈ ചൂണ്ടി ആക്രോശിച്ച് അവരെ തല്ലാൻ ചെന്നിട്ട് എവളുണ്ട്, എവളുടെ കൂടെ കുട്ടിക്കിങ്കരനുണ്ട്, ആ കുട്ടിക്കുരങ്ങനും പിന്നെ ഇവളും അല്ല ഇവളുടെ കുട്ടിക്കുരങ്ങന്റെ അമ്മയാണെന്നുള്ള സ്ത്രീയും അവരും കൂടിയിട്ട് പറയണം, നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങ്. ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഈ വീഡിയോ കണ്ടത്.
നിന്റെ വീട്ടിൽ നിന്റെ ആങ്ങളമാര് നിനക്ക് ഈ മറ്റേ പണിയാണോ ചെയ്തു തരുന്നേ? അപ്പൊ ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറയുന്നു. നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വാ, വേണ്ടി വന്നാൽ എന്റെ മോന് ഞാൻ കെട്ടിച്ചു കൊടുക്കും. ആഹാ, ഇതൊക്കെ ദൈവമായിട്ട് നിന്റെ വായിന്ന് ചാടിപ്പിക്കുന്നതാ. അപ്പൊ ഇവള് അമ്മ വേണ്ടമ്മ വേണ്ടമ്മ വേണ്ടമ്മ, ഇവള് പിന്നാലെ നടന്നിട്ട് അമ്മ വേണ്ട, അല്ലെങ്കിൽ എവള് വേണ്ടാന്ന് പറഞ്ഞില്ലെങ്കിൽ ആ സ്ത്രീയെ അടിച്ചേനെ. മണിക്കൂറുകളോളം ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ ഒരു നോക്ക് കാണാൻ വന്നൊരു സ്ത്രീയോടാണ് ഈ കാണിക്കുന്നത്. ഇവൾക്ക് സ്റ്റേഷനും പോലീസ് സ്റ്റേഷനും ഒന്നും ഇല്ലേ? ഇവളിങ്ങനെ മൊബൈൽ എടുത്ത് ഇറങ്ങിയേക്കാണോ നാട്ടുകാരെ മൊത്തം പിടിക്കാനും കമന്റ് പറയാനും ആക്രോശിക്കാനും തല്ലാനും? നോൺസെൻസ്. ഇത് സാധാരണക്കാര് മതേതരന്മാർ അവിടെ ഇരുന്നോട്ടെ, അത് ഒരു വഴിക്ക് കിട്ടുമ്പോ ശരിക്ക് കിട്ടുമ്പോ പഠിച്ചോളും. അല്ലാത്തവന്മാര് മനസ്സിലാക്കണം ഇവളുടെ ഈ ഇരട്ടത്താപ്പും ഈ രണ്ട് സമൂഹങ്ങളെ കൂട്ടി തെറ്റിക്കുന്നുള്ള ഈ പരിപാടികളും. അത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ് ഈ നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറാൻ പോകുന്നത്. എനിക്കത് നിങ്ങളോട് തോന്നി, അല്ലെങ്കിൽ ഭഗവാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ബി കെയർഫുൾ. ഈ ജാതിയുള്ള തോന്നിവാസങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ആരോ എന്താ എവിടെ പോയി ചെയ്ത് ജീവിച്ചോട്ടെ, നമുക്കതിലൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. നമ്മളാരെയും മെക്കിട്ട് കയറാനോ അല്ലെങ്കിൽ ഒരാളെ അനാവശ്യമായിട്ട് താറടിക്കാനോ വരുന്ന സമൂഹമല്ല നമ്മൾ ഹിന്ദു സമൂഹം. പക്ഷെ സഹിക്കാൻ പറ്റാണ്ടായാല് അത് ശരിയാവില്ല. അങ്ങനെ ഇവളുടെ ചിത്രം വെച്ച് കഴിഞ്ഞാല് കുട്ടികളുണ്ടാവും. നാളെ ഇനിയിപ്പോ പരസ്യം ഇറങ്ങുമല്ലോ, താത്തയുടെ ചിത്രം വെച്ച് കഴിഞ്ഞാൽ ശങ്കരേട്ടന് കുട്ടി ഉണ്ടായി. ശങ്കരേട്ടൻ എങ്ങനെയാ കുട്ടി ഉണ്ടായത്? താത്തയുടെ ചിത്രം വെച്ചിട്ടാണ്. ഒരു മനുഷ്യൻ ജനിച്ച് ജീവിച്ച് അവന്റെ അവസാനം വരെ വിധി എന്ന് പറയുന്ന ഒരു യോഗം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അവന്റെ കർമ്മങ്ങൾക്കനുസരിച്ച് അവന്റെ ജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ പടിപടിയായിട്ട് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം. ഒരു മനുഷ്യൻ ജനിച്ച് ജീവിക്കുന്ന കാലയളവില് അവന്റെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അവന്റെ തലവര പോലെ ഓരോരോ കാര്യങ്ങൾ, ഇപ്പൊ നമ്മളെല്ലാവരും സാധാരണ ഭാഷയിൽ പറയില്ലേ, വരാനുള്ളത് വന്നില്ലെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ചും വരുന്നു. ആ വരാനുള്ളത് അവന്റെ ജീവിതത്തിൽ കാലത്തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ ഓരോ കാര്യങ്ങളും പറയുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും അത് യാദൃശികമായിട്ടും അല്ലാതെയും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനൊക്കെ പറയാ കർമ്മയോഗം. കർമ്മദോഷം കഷായം കുടിച്ചാൽ മാറില്ല. അപ്പൊ കർമ്മദോഷം താത്തയുടെ ചിത്രം വെച്ചാലും മാറാൻ പോണില്ല. എപ്പോഴോ ശങ്കരേട്ടൻ ഒരു കുട്ടി ഉണ്ടാവാന്ന് വിചാരിച്ചു, അത് ശങ്കരേട്ടന്റെ യോഗമാണ്. ശങ്കരേട്ടൻ ഇന്ന വയസ്സിൽ ഒരു കൊച്ചു ജനിക്കാനായിട്ട് യോഗം ഉണ്ടെങ്കിൽ അത് ജനിച്ചിരിക്കും. എന്നിട്ട് അതിനെ അവളുടെ ബിസിനസ് ടെക്നിക്കാക്കാണ്. അത് പൊക്കി പിടിച്ചിട്ട് കേൾക്കാനായിട്ട് മറുനാടനും അത് റിപ്പോർട്ട് ചെയ്യാനായിട്ടൊരു മറുനാടനും. എനിക്ക് കാറി തുപ്പാനാ തോന്നുന്നത് ഈ ജാതി പരിപാടികളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് സ്വന്തം അതായത് ഒരു ഭാഷ, ഒരു ചൊല്ല് പറയും, ഈ തൂറിയവനെ പേറിയാൽ പേറിയവനെ നാറുന്ന്. ഈ മറുനാടൻ ഈ നാറാൻ പോകുന്നേ ഉള്ളൂ. അത് തർക്കമില്ലാത്ത കാര്യമാണ്. എന്നിട്ട് പറയുന്നതാണ് ഇവരെന്താ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇത് എല്ലാവരുടെ വീട്ടിൽ ഇവളുടെ ഫോട്ടോ മേടിച്ചു വെക്കാനോ? ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവൂടെ ഓരോ വിധികള്, ഓരോ യോഗങ്ങള്. ആ യോഗങ്ങൾക്കനുസരിച്ചിട്ടാ കാര്യങ്ങൾ വരിക. അതിനപ്പുറത്തേക്ക് മാറ്റാനായിട്ട് സർവീശ്വരനെ കൊണ്ട് പോലും പറ്റില്ല. സർവീശ്വരനെ കൊണ്ട് പോലും വിധിയെ തടുക്കാൻ സാധിക്കില്ല. വിധി അത് വിധിയാണ്. വിധി ലിഖിതം ഇതൊന്നും മാറ്റാവതല്ല എന്നാ പറയുന്നത്. വിധി അതിന്റെ സമയത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കും, അതിലൊരു മാറ്റില്ല. അപ്പൊ ശങ്കരേട്ടന്റെ കുട്ടി ഉണ്ടാവുന്ന സമയത്ത് ശങ്കരേട്ടന്റെ കുട്ടി ഉണ്ടായി, അതിന് താത്തയുടെ പടം വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തള്ളി മറിക്കുന്ന ഈ പമ്പര വിഡ്ഢിത്തരമൊക്കെ ഇത് നാട്ടുകാരെ കേൾപ്പിക്കുമ്പോ മറുനാടാ നിങ്ങളും ചിന്തിക്കണം, നിങ്ങൾ എന്താണ് ഈ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്താണ് ഈ സമൂഹത്തിൽ കൊടുക്കുന്ന മെസ്സേജ് എന്ന്. എന്നിട്ട് വേണം ഈ ജാതി പമ്പര വിഡ്ഢിയുടെ മെസ്സേജുകളൊക്കെ സമൂഹത്തിലൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനായിട്ട്. ഞങ്ങൾ എല്ലാവരും ഇത് കേൾക്കുന്നവരൊക്കെ വിഡ്ഢികളോ അതോ ഞങ്ങളൊക്കെ പൊട്ടന്മാരോ ഈ നോൺസെൻസ് കാണിക്കാൻ? അപ്പൊ ഇത് കേട്ടുകൊണ്ട് പാവം ഇന്ന് ആത്മീയതയാണ് ഏറ്റവും വലിയ കച്ചവടം. ആത്മീയതയാണ് ഇന്ന് ഏറ്റവും വലിയ കച്ചവടം. ആത്മീയത വിറ്റിട്ടാണ് ഇന്ന് ഒരുപാട് പേരും കോടീശ്വരന്മാരാവുന്നത്. ഏറ്റവും വലിയ ബിസിനസ്സാണ് ആത്മീയത. അപ്പൊ താത്ത അതുമ്പോ പിടിച്ച് കയറാണ്. താത്തയുടെ പിക്ചർ വെച്ചാൽ കുട്ടി ഉണ്ടാവും, താത്തയുടെ പിക്ചർ വെച്ചാൽ ജോലി കിട്ടും, താത്തയുടെ പിക്ചർ വെച്ചാൽ കല്യാണം കഴിയും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാലോ. ഹിന്ദു പൊട്ടന്മാര് തയ്യാറല്ലേ? അയ്യോ എന്റെ വീട്ടിലേക്ക് കൊണ്ടാ ദേ ഇന്ന സ്ഥലത്ത് പോയി, അവിടെ പോയപ്പോ ദേ ഇന്ന കാര്യം നടന്നു. ആത്മീയത ഏറ്റവും വലിയ ബിസിനസ്സാണ് ഇന്ന്. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു. അതല്ലേ നമ്മളെല്ലാവരും ഒരു ജോത്സ്യന്റെ അടുത്ത് പോയി ആ ജോത്സ്യം പറയണതൊക്കെ കറക്റ്റ് ആട്ടോ അച്ചട്ട എന്ന് പറയുമ്പോ പിന്നെ നാളെ തൊട്ട് അവന്റെ വീട്ടിലേക്ക് 1000-ങ്ങളും 10,000-ങ്ങളും കൊടുത്തിട്ട് ഇങ്ങനെ ആൾക്കാർ പോകാൻ തയ്യാറാവുക. ആരുടെ പൈസയെ പോകുന്നേ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് ഈ കൊണ്ടു കൊടുക്കുന്നേ. പക്ഷെ ദൈവം നമുക്ക് വിധിച്ചതെല്ലാം ആരെ കൊണ്ടെങ്കിലും മാറ്റാൻ പറ്റുമോ? ഏതെങ്കിലും പണിക്കരെ കൊണ്ട് മാറ്റാൻ പറ്റുമോ? നടക്കില്ല. നമുക്ക് വെച്ച വിധികളൊന്നും മാറ്റാൻ ഈ പണിക്കരല്ല, ഈ ലോകത്ത് ആര് വിചാരിച്ചാലും സാധ്യമല്ല. അത് അതിന്റെ സമയത്ത് അത് വന്നിരിക്കും, എന്തു തന്നെ പറഞ്ഞാലും. പിന്നെ നമ്മുടെ ആത്മീയത, നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രാർത്ഥന, അതെല്ലാം നമ്മുടെ
ഒരു കോൺഫിഡൻസ് ആണ്. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം, നാളെ എന്നൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അമ്പലത്തിൽ പോകുന്നു, ദൈവത്തെ വിളിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അത് നമ്മുടെ കോൺഫിഡൻസ്. കാരണം കോൺഫിഡൻസ് ഇല്ലെങ്കിൽ മനുഷ്യനില്ല. അത്രേ ഉള്ളൂ. ഇതൊക്കെ ഒരു വിശ്വാസങ്ങൾ മാത്രമാണ്. ആ വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതാണ് ഹിന്ദു സംസ്കാരം. ഈ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും എല്ലാം ഇഴ ചേർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതിന്റെ ഇടയിൽ കൂടെ കയറിയിട്ട് ഒരാൾ ഇങ്ങനെ ഒരുപാട് കാലങ്ങളായിട്ട് അത് വിറ്റ് തിന്നാന്ന് വിചാരിച്ചാല് അത് നടക്കില്ല. അത് നടക്കില്ല. പല്ലും നഖവും ഉപയോഗിച്ച് നമ്മളത് എതിർക്കും. അത് എതിർക്കണം, എതിർക്കപ്പെടണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒരു ഹിന്ദു സമൂഹം എന്ന് പറഞ്ഞിരുന്നിട്ട് നമുക്കൊരു നേതാക്കന്മാരുണ്ടാവില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമുക്കൊരു നേതാക്കന്മാരുണ്ടാവില്ല. നമ്മൾ തന്നെയാണ് നമുക്ക് എപ്പോഴും കൂട്ട്. നമ്മൾ വേണം ഓരോരുത്തരും അതിനെതിരെ പ്രതികരിക്കാൻ. ഞാനൊരു അന്യായവും പറയുന്നില്ല, ന്യായങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതായത് എല്ലാവരും പറയുമല്ലോ കാരണന്മാര്, വിരല് തന്നെയാണ് വിഴുങ്ങണമെന്നുണ്ടെങ്കിലും വിരല് കൊണ്ടൊരു മറ വേണമെന്ന്. എനിക്ക് ഈ പറയുന്ന താത്തയോടും അതേ പറയാനുള്ളൂ. താത്ത വിരല് വിഴുങ്ങിക്കോ, പക്ഷെ വിരല് കൊണ്ടെങ്കിലും നിനക്കൊരു മറ വേണം. ആ മറ കൂടി ഇല്ലാണ്ട് ഈ ജാതി തോന്നിവാസം കളിച്ചാല് ഈ കളിക്കുന്ന കളിക്ക് നമുക്കിത് പറയേണ്ടി വരും. പറയണ്ട, മെനക്കെട്ട് പറയും, പിന്നാലെ നടന്നു പറയും. അത് ആരുടെയും തിരുതനൊന്നുമല്ല. എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ പറയും. എന്നെ കൊണ്ട് അത് ഭഗവാൻ തോന്നിപ്പിച്ചിട്ടാണ് പറയുന്നതെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. എന്റെ വിശ്വാസം. അവിടെ ഭഗവാന്റെ അമ്പലത്തിൽ വന്നിട്ട് പറയുന്നുണ്ടല്ലോ, പടച്ചോനാണ് സത്യം ഇൻഷാ അള്ളാ എന്ന് പറയുന്നുണ്ടല്ലോ. എന്റെ വിശ്വാസത്തിന് ഭഗവാനാണ് സത്യം, ഗുരുവായൂരപ്പനാണ് സത്യം. ഒരു പ്രാവശ്യം പോലും അവിടെ വന്ന് നിന്നിട്ട് കൃഷ്ണ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് കൈ കൂപ്പുന്നൊരു രംഗം ഒരു പ്രാവശ്യമെങ്കിലും ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? എവിടെ? ഇല്ല. അപ്പോ ഇത് മുഴുവനും ബിസിനസിന്റെ ഭാഗമാണ്. ആ ബിസിനസിന്റെ ഭാഗമാണെന്നുള്ള രീതിയിൽ അത് നടത്തിക്കോ, അതിന് നമുക്ക് വിരോധമില്ല. പക്ഷേ തോന്നിവാസങ്ങൾ പറയാനും കമന്റ് ഇട്ടവരെ കാണാനും അടിക്കാൻ വരാനും മെക്കെട്ട് കയറാനും ഒരാളും നിങ്ങൾക്ക് നിന്ന് തരാൻ പോണില്ല. അത് എന്റെ മുന്നിലായിരുന്നെങ്കിൽ ഇവള് വിവരം അറിഞ്ഞേനെ. ആ ആക്രോശിച്ച് അവന്റെ കൈ ചൂണ്ടി ആക്രോശിച്ചില്ലേ, അവന്റെ വിരല് ഞാൻ പിടിച്ച് ഓടിച്ചേനെ. അത് പെണ്ണുങ്ങളെ കണ്ടെത്തും ഒരു ദിവസം. ഇനിയെങ്കിലും ഭക്തരത് മനസ്സിലാക്കണം. അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ഓക്കെ, ഇത്ര നേരം എന്നെ കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.